ഹരേ കൃഷ്ണ. എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം. എല്ലാവർക്കും രാധേശ്യാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ശ്രീമദ് നാരായണീയം ദശകം 4 അഷ്ടാംഗ യോഗം. ശ്ലോകങ്ങൾ 1, 2. കല്യതാം മമ കുരുഷോ കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാ ശ്രുതവ തുഷ്ടിമാപ്നുയാം. ഒന്നുകൂടെ വായിക്കാം. കല്യതാം മമ കുരുഷോ കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാ ശ്രുതവ തുഷ്ടിമാപ്നുയാം. കല്യതാം മമ കുരുഷോ താവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടം അഷ്ടവിധയോഗചര്യയാ പുഷ്ടയാ ആശു തവ തുഷ്ടിം ആപ്നുയാം. ഇനി അർത്ഥം മനസ്സിലാക്കാം. കല്യതാം ആരോഗ്യത്തെ, മമ കുരുഷോ എനിക്ക് ഉണ്ടാക്കി തരേണമേ, മമ കുരുഷോ എനിക്ക് ഉണ്ടാക്കി തരേണമേ, താവതീം വേണ്ടത്ര, കല്യതേ നിന്തിരു വടിയുടെ, ഭവതുപാസനം ഉപാസന സാധ്യമാകുന്നതിന്, യയാ ഏതൊന്നിനാൽ, സ്പഷ്ടം വ്യക്തമായി, അഷ്ടവിധയോഗചര്യയ 8 വിധത്തിലുള്ള യോഗാനുഷ്ഠാനത്താൽ, തുഷ്ടയ പരിപൂർണമായ, ആശു വേഗത്തിൽ, തവ നിന്തിരുവടിയുടെ തുഷ്ടിം സന്തോഷത്തെ, ആപ്നുയാം ഞാൻ പ്രാപിക്കുമാറാകട്ടെ. ഇനി നമുക്ക് ശ്ലോകം 1 വ്യാഖ്യാനം നോക്കാം. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയെ ഭജിക്കുവാനായി വേണ്ടത്ര ആരോഗ്യം എനിക്ക് അവിടുന്ന് തരണേ. എനിക്ക് ആരോഗ്യം കിട്ടിയാൽ ഉടൻ തന്നെ ഞാൻ പരിപൂർണമായ അഷ്ടാംഗയോഗങ്ങൾ അനുഷ്ഠിച്ച് എനിക്ക് ആത്മസാക്ഷാത്കാരം നേടുവാൻ ഭഗവാനെ അങ്ങെന്നെ അനുഗ്രഹിക്കണേ എന്ന് ഭട്ടതിരിപ്പാട് മനമുരുകി പ്രാർത്ഥിക്കുന്നതാണ് ഈ ശ്ലോകം. യോഗശാസ്ത്ര സിദ്ധാന്തപ്രകാരം അഷ്ടാംഗ യോഗങ്ങൾ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം എന്നിവയാണ്. ഈ ദശകത്തിലെ അടുത്ത ശ്ലോകങ്ങളിൽ ഓരോ അഷ്ടാംഗ യോഗങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. ആത്മസാക്ഷാത്കാരം, അതായത് മോക്ഷം നേടുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട്. അവയിൽ വളരെ പ്രാധാന്യമുള്ളതാണ് അഷ്ടാംഗ യോഗങ്ങൾ. ഭഗവാനെ പരിപൂർണ ഭക്തിയോടെ ഭജിക്കണമെങ്കിൽ വിധിപ്രകാരമുള്ള അഷ്ടാംഗ യോഗം അനുഷ്ഠിക്കണം. എന്നാൽ അനാരോഗ്യത്താൽ തനിക്കതിന് കഴിയുന്നില്ല എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. അതുകൊണ്ട് നിന്തിരുവടി എനിക്ക് ആരോഗ്യം തന്നാൽ ഞാൻ അഷ്ടാംഗയോഗം വിധിപ്രകാരം അനുഷ്ഠിച്ച് മനസ്സിൻ്റെ ചാഞ്ചല്യം മാറ്റി മനസ്സ് ഭഗവാന്റെ ഭഗവത് പാദങ്ങളിൽ ഉറപ്പിച്ച് തനിക്കും ഭഗവാന്റെ ഭക്തനാകുവാനും അങ്ങനെ ആത്മസാക്ഷാത്കാരം നേടുവാൻ സാധിക്കും എന്നും ഭട്ടതിരിപ്പാട് പറയുന്നു. അതുകൊണ്ട് അല്ലയോ ഗുരുവായൂരപ്പ, എത്രയും പെട്ടെന്ന് എനിക്ക് ആരോഗ്യം തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭട്ടതിരിപ്പാട് ഇവിടെ. കല്യതാം മമ കുരുഷോ താവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാ ശ്രുതവ തുഷ്ടിമാപ്നുയാം. ശ്ലോകം 2. ബ്രഹ്മചര്യദൃഢതാദിഭിർയമൈ ആപ്ലവാദിനിയമൈച്യ പാവിതാ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാ. ബ്രഹ്മചര്യ ദൃഢതാദിഭിഃ യമൈഃ ആപ്ലവാദി നിയമൈഃ ച പാവിതാഃ കുർമഹേ ദൃഢം അമി സുഖാസനം
പങ്കജാദ്യം അപി വാ ഭവത്പരാഹ. ബ്രഹ്മചര്യ ദൃഢതാദിഭിഹി. ബ്രഹ്മചര്യത്തിൻ്റെ ഉറപ്പ്, അതായത് ദൃഢത. യമൈഹി, യമങ്ങളാലും. ആപ്ലവാദി നിയമൈഹി ച, സ്നാനം തുടങ്ങിയ നിയമങ്ങളാലും. പാവിതാഹ, പരിശുദ്ധന്മാരായിട്ട്. കുർമഹേ, ചെയ്തു കൊള്ളാം. ദൃഢം, ഉറപ്പുള്ള. അമി, ഞങ്ങൾ. സുഖാസനം, സുഖമുള്ള ആസനം. പങ്കജാദ്യം അപി വ. പങ്കജാദ്യം അപി വ, പത്മം തുടങ്ങിയ ഏതെങ്കിലും. ഭവത്പരാഹ, അങ്ങയിൽ മാത്രം മുഴുകിയിരിക്കുന്ന. യോഗത്തിൽ അഷ്ടാംഗ യോഗത്തിലെ ആദ്യത്തെ 3 അംഗങ്ങളെക്കുറിച്ചാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ 3 അംഗങ്ങൾ യമം, നിയമം, ആസനം എന്നിവയാണ്. ആദ്യം നമുക്ക് യമം എന്താണെന്ന് നോക്കാം. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്ന 5 ഘടകങ്ങൾ ചേർന്നതാണ് യമം. യമത്തിലെ ആദ്യത്തെ ഘടകമാണ് അഹിംസ. വാക്കുകൾ കൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ള ജീവികളെ ദ്രോഹിക്കാതിരിക്കുന്നതാണ് അഹിംസ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒന്നിനെ കൊല്ലുന്നത് മാത്രമല്ല ഇവിടെ അഷ്ടാംഗ യോഗത്തിൽ അഹിംസയെക്കുറിച്ച് പറയുന്നത്. യമത്തിലെ രണ്ടാമത്തെ ഘടകമാണ് സത്യം. വാക്കും പ്രവൃത്തിയും ചിന്തയും ധർമ്മത്തെ മുൻനിർത്തി ആയിരിക്കണം, അതായത് ധാർമ്മികമായിരിക്കണം. ഭഗവാൻ എല്ലാം കാണുന്നു, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്ന് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ആ പരബ്രഹ്മമാണ് എന്നുള്ള സത്യം എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്, അപ്പോൾ സത്യത്തിലൂടെ ധാർമ്മികമായി മാത്രമായിരിക്കും നമ്മുടെ പ്രവൃത്തികൾ. ആരും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കില്ല. ഒരു സാധകന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണമാണ് സത്യം, സത്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നത്. അടുത്തത് യമത്തിലെ 3ാമത്തെ ഘടകമായ അസ്തേയം. എന്താണ് അസ്തേയമെന്ന് നോക്കാം. തനിക്ക് അർഹതപ്പെട്ടത് മാത്രം സ്വീകരിക്കുക, തൻ്റേതല്ലാത്തതൊന്നും ആഗ്രഹിക്കരുത്, നേടരുത്. അതാണ് അസ്തേയം. അതായത് നാം ചെയ്യുന്ന സേവനം കൊണ്ട് നമുക്ക് എന്താണോ നേടാൻ അർഹതയുള്ളത് ആ അർഹതപ്പെട്ടത് മാത്രം സ്വീകരിക്കുക. യമത്തിലെ 4ാമത്തെ ഘടകമാണ് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്നാൽ ബ്രഹ്മത്തിലൂടെ ചരിക്കുന്നത് എന്നാണ് അർത്ഥം. അതായത് ബ്രഹ്മം എന്നാൽ നമുക്കറിയാം ആ പരബ്രഹ്മം. ആ പരബ്രഹ്മത്തെ മനസ്സിലുറപ്പിച്ച് മറ്റൊന്നിലും ആസക്തിയില്ലാതിരിക്കുന്നതാണ് ബ്രഹ്മചര്യം. മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഇന്ദ്രിയങ്ങളെ അടക്കി ബ്രഹ്മത്തിൽ മനസ്സുറപ്പിക്കലാണ് ബ്രഹ്മചര്യം. യമത്തിലെ 5ാമത്തെ ഘടകമാണ് അപരിഗ്രഹം. ഒന്നും സ്വീകരിക്കാതിരിക്കുന്നതാണ് അപരിഗ്രഹം. അതായത് ഒന്നും തൻ്റേതാക്കാതിരിക്കുന്നത്. ധർമ്മത്തിലൂടെ സഞ്ചരിച്ച് ഈശ്വര ചിന്തയിലെത്തുമ്പോൾ ഭക്തിമാർഗത്തിൽ ഏതെല്ലാമാണ് സ്വീകരിക്കേണ്ടത് അതുമാത്രം സ്വീകരിക്കുന്നതാണ് അപരിഗ്രഹം എന്നതുകൊണ്ടിവിടെ അർത്ഥമാക്കുന്നത്. അഷ്ടാംഗയോഗത്തിലെ യമം നമ്മൾ പഠിച്ചു. യമത്തിലെ 5 ഘടകങ്ങളും പഠിച്ചു. ഇനി യമം കഴിഞ്ഞ് 2ാമത് വരുന്നത് നിയമം. യോഗസൂത്രപ്രകാരം നിയമം 5 വിധമാണ്. ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം എന്നിവ. ഇനി നമുക്ക് ഈ നിയമത്തിലെ 5 ഘടകങ്ങൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. 1. ശൗചം. ശൗചം എന്നാൽ സ്നാനം എന്നാണ്. സ്നാനം 2 വിധത്തിലാണുള്ളത്. നമുക്കറിയുന്ന സ്നാനം ഏതാണ്? ശരീരം വൃത്തിയാക്കുന്ന, കുളിക്കുന്നത്. അതാണ് നമ്മൾ സ്നാനം എന്ന് പറയുന്നത്. ഇവിടെ ഈ അഷ്ടാംഗ യോഗത്തിൽ നിയമത്തിലെ 5 ഘടകങ്ങളിൽ ഒന്നായ ശൗചത്തിന് 2 അർത്ഥമാണുള്ളത്.
2 കുളി, 2 സ്നാനം. അതായത് ഒന്ന് ബാഹ്യ സ്നാനം, അതായത് ശരീരം വൃത്തിയാക്കുന്നത്. ഇനി ആന്തരിക സ്നാനമുണ്ട്. അതിനാണ് ഇവിടെ ഏറ്റവും അധികം പ്രാധാന്യം. ആന്തരിക സ്നാനം എന്നാൽ മനസ്സിനെ വൃത്തിയാക്കുക എന്നതാണ്. മനസ്സിൽ നിന്ന് മാനസ മാത്സര്യാദികളെ അകറ്റി നിർത്തി ധാർമ്മിക ചിന്തകളിലൂടെ മനസ്സ് ശുദ്ധീകരിക്കുന്നതാണ് സ്നാനം. അങ്ങനെ സ്ഫടികമായി തീരുന്ന മനസ്സ് ശുദ്ധമാക്കി കൽമഷങ്ങളെല്ലാം അകന്ന് സ്ഫടികം പോലെ തിളങ്ങുന്ന ആ മനസ്സിലാണ് ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ശൗചം. രണ്ടാമത്തെ ഘടകം സന്തോഷം. അത്യാഗ്രഹം വെടിഞ്ഞ് കിട്ടുന്നത് കൊണ്ട് തൃപ്തനാകുമ്പോഴാണ് നമുക്ക് സന്തോഷവാനാകുവാൻ കഴിയുന്നത്. എപ്പോഴും നമ്മൾ ആഗ്രഹങ്ങളിലാണ് ഉറച്ചു നിൽക്കുന്നത്. അത് കിട്ടണം, ഇത് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹങ്ങൾ അത് ഒന്നും നടക്കാതെ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു? ദുഃഖം. അപ്പോൾ നമുക്ക് സന്തോഷവാനായിരിക്കണമെങ്കിൽ ആഗ്രഹങ്ങൾ വെടിഞ്ഞ് ഈശ്വര ചിന്തയിലൂടെ മനസ്സ് ഉറപ്പിക്കുക. നമുക്ക് ആഗ്രഹിക്കാം, അല്ലേ? നമ്മൾ ജീവിക്കുന്നത് ഈ സമൂഹത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഒന്നിലും എന്തെങ്കിലും ആ ആഗ്രഹം നടന്നെന്നൊന്ന് പറഞ്ഞ് ആ ആഗ്രഹം നടന്നു കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിക്കേണ്ട. നടന്നു, നല്ലത്. എന്നാൽ അത് നടന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ദുഃഖിക്കുകയും ചെയ്യരുത്. മൂന്നാമത്തത് തപസ്സ്. നമ്മുടെ ശാരീരിക ക്ലേശങ്ങൾ, വിശപ്പ്, ദാഹം എന്നിവ സഹിച്ച് മനസ്സ് ഈശ്വര ചിന്ത കൊണ്ട് നിറയ്ക്കുന്ന വ്രതാനുഷ്ഠാനമാണ് തപസ്സ്. തപസ്സെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? പണ്ടത്തെ യോഗീശ്വരന്മാരും സന്യാസികളൊക്കെ തപസ് ചെയ്യുന്നത്. ഇവിടെ അതല്ല അർത്ഥം. നമ്മുടെ ശാരീരിക ക്ലേശങ്ങളായ വിശപ്പ്, ദാഹം എന്നിവ സഹിച്ച് മനസ്സ് ഈശ്വര ചിന്ത കൊണ്ട് നിറയ്ക്കുന്ന ഒരു വ്രതാനുഷ്ഠാനമാണ് തപസ്. ഈ തപസ്സിലൂടെ നമുക്ക് ഈശ്വര ചിന്തയിലേക്ക് കൂടുതൽ അടുക്കുവാനും സാധിക്കും. സ്വാധ്യായം. ഈശ്വര സ്തോത്രങ്ങൾ, വേദങ്ങൾ മുതലായവ പഠിച്ച് ആ അറിവിനെ നിരന്തരം മനസ്സിൽ വിശകലനം ചെയ്ത് മനസ്സിലുറപ്പിക്കുന്നു. അതിനുശേഷം ആ ജപാദികൾ ചെയ്ത് സ്തോത്രങ്ങൾ പാരായണം ചെയ്യാം. ഇതാണ് സ്വാധ്യായം കൊണ്ട് അർത്ഥമാക്കുന്നത്. അഞ്ചാമത്തത് ഈശ്വര പ്രണിധാനം. ഇവയെല്ലാം തന്നെ അനുഷ്ഠിച്ചു കൊണ്ട് എല്ലാ കർമ്മങ്ങളും ഈശ്വരനിൽ സമർപ്പിക്കലാണ് ഈശ്വര പ്രണിധാനം. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക, ഭഗവാന് സമർപ്പിക്കുക. അതാണ് ഈശ്വര പ്രണിധാനം. അഷ്ടാംഗയോഗത്തിലെ മൂന്നാമത്തെ അംഗമാണ് സുഖാസനം. സ്ഥിരമായും സുഖമായും ഇരിക്കാവുന്ന ആസനങ്ങളാണ് സുഖാസനങ്ങൾ. അവയിൽ ചിലതാണ് ധ്യാനാസനങ്ങൾ, പത്മാസനം, വീരാസനം തുടങ്ങിയവ. ഓരോ ആസനങ്ങളും അവരുടെ ശാരീരിക ആരോഗ്യസ്ഥിതി അനുസരിച്ച് തിരഞ്ഞെടുക്കണം. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. അല്ലയോ ഗുരുവായൂരപ്പ, ഞാൻ ബ്രഹ്മചര്യ തുടങ്ങിയ യമനിയമങ്ങളാലും സ്നാനം മുതലായ ബാഹ്യാന്തരിക നിയമത്താൽ മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ട, അതായത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും മാലിന്യങ്ങളെ എല്ലാം മാറ്റി ശുദ്ധമായ മനസ്സോടെ സ്ഥിരവും സുഖവുമായ ആസനത്തിലിരുന്ന് ഭഗവാനെ അങ്ങേ ഞാൻ ഭജിച്ചുകൊള്ളാം എന്ന് ഭട്ടതിരിപ്പാടിലൂടെ പറയുന്നു. എന്നാൽ ഇങ്ങനെ പത്മാസനം, വീരാസനം മുതലായ ആസനങ്ങളിൽ യോഗാഭ്യാസത്തിലൂടെ എത്തണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ശരീരത്തിന് ആരോഗ്യമാണ്, മനസ്സിൻ്റെ സുഖമാണ്. ശരീരസുഖം കിട്ടുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള യോഗാസനങ്ങൾ പരിശീലിക്കുവാനും സാധിക്കും.
എത്രത്തോളം നമുക്ക് യമനിയമങ്ങൾ പാലിക്കുവാൻ സാധിക്കും, അതിനനുസരിച്ചാണ് നമ്മുടെ ഭക്തി വർദ്ധിക്കുന്നത്. സാത്വികമായ ഗുണങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് യമനിയമങ്ങൾ. ഇതെല്ലാം കൃത്യതയോടെ പാലിച്ച് യോഗാസനങ്ങൾ അനുഷ്ഠിച്ചു പോരുന്ന ഒരു സാധകനെ നമുക്ക് ഭക്തനെന്ന് വിളിക്കാം. അടുത്ത ശ്ലോകങ്ങളിൽ അഷ്ടാംഗയോഗത്തിലെ ഓരോ അംഗങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നു. അത് അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. പതഞ്ജലിയുടെ അഷ്ടാംഗയോഗത്തെക്കുറിച്ചാണ് 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, 4-ാമത്തെ ദശകത്തിൽ നമ്മൾ കാണുന്നത്. നിങ്ങളെല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കുക. അർത്ഥം നന്നായിട്ട് മനസ്സിലാക്കി ചൊല്ലുവാൻ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അർത്ഥം മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഭക്തി ഉള്ളിലുണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ കുറേ സംസ്കൃത ശ്ലോകങ്ങൾ വായിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അർത്ഥം മനസ്സിലാക്കി തന്നെ ചൊല്ലാൻ പഠിക്കുക. ദശകം 4-ലെ ശ്ലോകങ്ങളൊന്നുകൂടി വായിക്കുന്നു. നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കല്യതാമമ കുരുഷ്വതാവതീം കല്യതേ ഭവതുപാസനം യയാം സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാ ശുതവ തുഷ്ടിമാപ്നുയാം ബ്രഹ്മചര്യദൃഢതാദിഭിർയമൈ ആപ്ലവാദിനിയമൈച്ച പാവിതാം കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ.